വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോപ്പറേറ്റീവ് സൊസൈറ്റി ബോർഡ് എക്സാമിനായി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ എക്സാമിനും ക്ലിയർ ആയിട്ടുള്ളൊരു സിലബസ് ഉണ്ടായിരിക്കും. ആ ഒരു സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ യൂസ് ചെയ്യേണ്ട ബുക്സും കാര്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. CSEB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ സീരിയസ് ആയാണ് എക്സാമിനെ കാണുന്നതെങ്കിൽ മസ്റ്റായും ഒരു റാങ്ക് ഫയൽ മേടിച്ചിരിക്കണം. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക എന്നത്. അതിനായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് ബുക്സ് തന്നെ അവൈലബിൾ ആണ്. പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റുകൾ നടത്താൻ മറക്കരുത്. ഈ ഒരു എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നത് BCom വിത്ത് കോർപ്പറേഷൻ, അതുപോലെ JDC, HDC കഴിഞ്ഞവരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സബ്ജക്ട്സ് ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കും. സബ്ജക്റ്റ് ബേസ് ബുക്സും ഉണ്ടായിരിക്കും, അതും റെഫർ ചെയ്യാൻ മറക്കരുത്. മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഏത് പാർട്ടിൽ നിന്നാണ് കൂടുതൽ തെറ്റുകൾ സംഭവിച്ചത് എന്നും ആ ഒരു പാർട്ട് കൂടുതൽ തറോ ആയി പഠിക്കാനും ടൈം കാൽക്കുലേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. എക്സാം കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ടൈം കിട്ടിയില്ല എന്നുള്ള കാര്യം. ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായി മോക്ക് ടെസ്റ്റുകൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഏറ്റവും വലിയ പ്രോബ്ലമായി പറയുന്നതാണ് ജനറൽ നോളജ്. അതിനായി ഒരു നോട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. GK പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുക. ആ ഒരു സബ്ജക്റ്റ് എന്താണോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുക. എന്നതിന് ശേഷം ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. ഡീറ്റെയിൽഡ് ആയി നോക്കുന്നത് കൊണ്ട് തന്നെ അത് മെമ്മറിയിൽ നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് പ്രോബ്ലമായി പറയുന്നത് മാത്സ് ആണ്. അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക, ചെയ്തു നോക്കുക. എത്രത്തോളം ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂടുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഓരോ സബ്ജക്റ്റ് ബേസ് കാര്യങ്ങളാണ്. ഇംഗ്ലീഷ്, അതേപോലെ തന്നെ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ബാങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഓരോ സബ്ജക്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ഏതാണോ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള സിലബസ് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി പ്രീവിയസ് ഇയറിലെല്ലാം ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ. ഓപ്ഷൻസ് നോക്കാം. A പോലീസ് ഓഫീസർ, B റവന്യൂ ഓഫീസർ, C CID, D കോർട്ട് ഓഫ് ലോ. ആൻസർ D ആണ്, കോർട്ട്സ് ഓഫ് ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്രെഡിറ്റ് റിസ്ക് ടു ദ ബാങ്ക് ഈസ് ഹൈ ഫ്രം ദ. ഓപ്ഷൻസ് നോക്കാം. A ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സ്, B ഡെബിറ്റ് കാർഡ് ഹോൾഡേഴ്സ്, C both the above, D none of the above. Answer A ആണ്, credit card holders. The next question, what relationship is created when the bank collects a check is clearing? Options നോക്കാം. A holder for value, B collecting bank and holder, C agent and principal, D clearing member and principal. Answer വരുന്നത് B ആണ്, collecting bank and holder. The next question നോക്കാം. The objectives of KYC are. Options നോക്കാം. A to ensure that he or she would not deceive the bank, B to ensure appropriate customer identification, C to monitor transaction of suspicious nature, D only B and C. Answer വരുന്നത് only B and C ആണ്, to ensure appropriate customer identification, അതേപോലെ തന്നെ ടു മോണിറ്റർ ട്രാൻസാക്ഷൻ ഓഫ് സസ്പീഷ്യസ് നാച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ബാങ്ക്സ് ആർ. അതിൽ ഫസ്റ്റ് വരുന്ന അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ്, ഇൻവെസ്റ്റിംഗ്, നോൺ ഫണ്ട് ബിസിനസ് ആൻഡ് റെമിറ്റൻസ് സർവീസസ്. ഓപ്ഷൻസ് നോക്കാം. ഓൺലി 1 and 2, B ഓൺലി 1, 2 and 3, C ഓൺലി 4, D 1, 2, 3 and 4. ആൻസർ വരുന്നത് D ആണ്, 1, 2, 3 and 4. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബാങ്ക്സിൻ്റെ പ്രിൻസിപ്പൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ 4 എണ്ണം, അതായത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ലെൻഡിങ്, ഇൻവെസ്റ്റിംഗ്, നോൺ ഫണ്ട് ബിസിനസ് ആൻഡ് റെമിറ്റൻസ് സർവീസസ്, ഇത് 4 ബാങ്കിൻ്റെ പ്രിൻസിപ്പൽ ഫങ്ഷൻസ് തന്നെയാണ്. The next question, Bank of Calcutta and Bank of Bengal were the name of dash bank. Options നോക്കാം. A RBI, B SBI, C Canara Bank, D Central Bank of India. Answer വരുന്നത് B ആണ്, SBI. The next question, the regional rural bank, state cooperative banks, district central cooperative banks are regulated by. Options നോക്കാം. A National Housing Bank,
B. Ministry of Company Affairs. C. NABARD. D. IRDA. Answer വരുന്നത് C ആണ്, NABARD. The next question നോക്കാം. The first note issued by independent India was, options നോക്കാം. A. Rupee 1 note. B. Rupee 10 note. C. Both A and B. D. None of the above. Answer വരുന്നത് A ആണ്, Rupee 1 note. The next question. The risk-based supervisory framework adopted by RBI from 2013 is known as, options നോക്കാം. A. Spark. B. Camels. C. NPA. D. None of the above. Answer വരുന്നത് A ആണ്, Spark. The next question. The Reserve Bank was nationalized in, options നോക്കാം. A. 1934. B. 1926. C. 1935. D. 1949. Answer D ആണ്, 1949. ഇത് അധികം എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. The next question. Dash is an agency function of a bank. Options നോക്കാം. A. Payment of insurance premium on direction of customers. B. Providing locker facility. C. Sanctioning a loan to a customer. D. Discounting bill of exchange. Answer A ആണ്, Payment of insurance premium on direction of customers. The next question. The RBI has created Dash a specialized financial institution for ensuring the deposit in banks. Options നോക്കാം. A. IDBI. B. DICGC. C. NABARD. D. Exim Bank. Answer വരുന്നത് B ആണ്, DICGC. The next question നോക്കാം. Consumer Fed was started in the year, options നോക്കാം. A. 1965. B. 1963. C. 1980. D. 1975. Answer വരുന്നത് A ആണ്, 1965. The next question. Capitalism is an economic order where various economic activities are carried out by, options നോക്കാം. A. Government. B. Society. C. Private individuals. D. Public enterprises. Answer വരുന്നത് C ആണ്, Private individuals. The next question. Rockdale Equitable Pioneer Society in England came into existence in the year. Options നോക്കാം. A. 1980. B. 1844. C. 1884. D. 1484. Answer B ആണ്, 1844. CSEBയെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ട് എങ്കിൽ വിത്ത് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, നന്നായി പഠിക്കുക. So friends, I hope you enjoyed this video. Please like the video and subscribe my channel. Don't forget to click bell icon. All the best. Thanks for watching.